ചെങ്കടലിൽ ഹൂത്തികൾ ഇപ്പോഴുമുണ്ട്. അവർ പ്രധാനമായിട്ടും പറയുന്നത് ഇനി ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും കപ്പലുകളെ തങ്ങൾ ആക്രമിക്കില്ല എന്നാണ്. ഇങ്ങനെ അവർ പറയാനുണ്ടായ സാഹചര്യം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ പോലും പിന്നീട് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പോലും അമേരിക്കയുടെ ഒരു പടക്കപ്പലും അതോടൊപ്പം ആ കപ്പലിനെ അനുഗമിക്കുന്ന മറ്റു 4 കപ്പലുകൾക്ക് നേരെയുമുള്ള ഒരു ആക്രമണം ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ സംഭവമാണ് പറയുന്നത്. ചെങ്കടലിൽ ഹൂത്തികൾ ഇപ്പോഴും അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇസ്രയേലിൻ്റെ കപ്പലുകളെ ഞങ്ങൾ തടയും, എന്നാൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെയും തടയും, എന്നാൽ അമേരിക്കയും ബ്രിട്ടൻ്റെയും കപ്പലുകളെ ഞങ്ങൾ തടയില്ല. അതിന് പകരമായി അവർ ഞങ്ങളെ ആക്രമിക്കാൻ പാടില്ല എന്നാണ് ഹൂത്തികൾ പറയുന്നത്. ഇപ്പോൾ ഹൂത്തികൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രയേലിലേക്ക് പോകുന്ന ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ തങ്ങൾ ഇനിയും ആക്രമിക്കുമെന്ന് തന്നെയാണ്. എന്നാൽ ഇത്തരം കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്നും ഹൂത്തികൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. നേരത്തെ ഇസ്രയേലിലേക്കുള്ള അവശ്യ സാധനങ്ങളുമായി പോകുന്ന കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചത് വലിയ വാർത്തയായിരുന്നു. തങ്ങളുടെ അനുമതിയില്ലാതെ ചെങ്കടൽ കടക്കാൻ ശ്രമിച്ചാൽ രാജ്യങ്ങളുടെ കൊടിയടയാളം നോക്കാതെ ഞങ്ങൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂത്തികൾ പറഞ്ഞിരുന്നത്. ഇതുപ്രകാരം നിരവധി കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചില കപ്പലുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്തിന്? അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു യുദ്ധക്കപ്പലിന് നേരെ വരെ ഹൂത്തികളുടെ ആക്രമണമുണ്ടായി. എന്നാൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഹൂത്തി സേനയ്ക്കും വാണിജ്യ ഷിപ്പിംഗ് ഓപ്പറേറ്റർമാർക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി ലിങ്ക്ഡ് ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെൻറ്റർ ഇറക്കിയ പ്രസ്താവനയിൽ അവർ പറഞ്ഞത്, വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകളെ തങ്ങൾ ഇനി ആക്രമിക്കില്ല എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞായറാഴ്ച അമേരിക്കൻ യുദ്ധക്കപ്പലിന് നേരെയും കപ്പലിനെ അനുഗമിക്കുന്ന കപ്പലുകൾക്ക് നേരെയും ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനുശേഷമാണ് യമൻ്റെ ഭാഗത്തു നിന്നും ഇനി അമേരിക്കയും ബ്രിട്ടനെയും ആക്രമിക്കില്ല എന്ന നിലപാട് അവർ പറയുന്നത്. അവർ പറയാനുള്ള പ്രധാന കാരണം ഇത് അവസാനത്തെ ആക്രമണമാണ് എന്ന രീതിയിലോ മറ്റോ ആണോ എന്നത് സംബന്ധിച്ച സംശയങ്ങളും തർക്കങ്ങളും ഒരു ഭാഗത്ത് വരികയാണ്. ഇനി ഹൂത്തികളിൽ തന്നെ പല ഉപഗ്രൂപ്പുകളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഉപഗ്രൂപ്പുകൾ ചെയ്തതാണോ എന്ന കാര്യത്തിൽ അവർ തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇക്കാരണം കൊണ്ടോ മറ്റോ അമേരിക്കയും ബ്രിട്ടനും തങ്ങൾക്ക് മേൽ ഇനി കൂടുതൽ ആക്രമണം നടത്തിയാൽ തങ്ങൾ ഉപരോധം പുനഃസ്ഥാപിക്കുമെന്നും യമൻ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യമൻ്റെ ഹൂത്തികളുടെ കയ്യിൽ അല്ല അവിടെയുള്ള എല്ലാ പോരാട്ട ഗ്രൂപ്പുകളും എന്നത് വ്യക്തമാക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച അമേരിക്കയുടെ ഒരു കപ്പൽ ഹൂത്തികൾ ആക്രമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. USS ഹാരി ട്രൂമാനെയും അതിനെ അനുഗമിക്കുന്ന മറ്റ് 4 കപ്പലുകളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാണ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് തന്നെ ഇതിനെ സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെ അമേരിക്കയുടെ പ്രത്യാക്രമണവും യമന് നേരെ ഉണ്ടായി എന്നതാണ് പറയപ്പെടുന്നത്. സനായിലെ 4ഓളം കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ വ്യോമസേന വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചിട്ടുണ്ട്. ഇനി ആക്രമിക്കില്ലെന്ന ഹൂത്തികളുടെയും യമൻ്റെയും പ്രഖ്യാപനം മുഖവിലക്കെടുക്കാൻ കഴിയില്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഞായറാഴ്ച നടന്ന ആക്രമണം ഇത് തെളിയിക്കുന്നു എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു ആക്രമണത്തോടുകൂടി അല്ലെങ്കിൽ ഗാസയിലെ വെടിനിർത്തലോടുകൂടി തങ്ങൾ ഈ പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൂത്തികൾ അത്തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇക്കഴിഞ്ഞ 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രയേൽ ഗാസയെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ നിലപാട് ചെങ്കടൽ കേന്ദ്രീകരിച്ച് സ്വീകരിച്ച രാജ്യമാണ് യമനും സംഘടനയാണ് ഹൂത്തികളുമെല്ലാം. അവർ അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടി വലിയ തോതിലുള്ള കപ്പലുകൾ ആഫ്രിക്ക ചുറ്റിയാണ് ഇസ്രയേലിലേക്കും മറ്റും പ്രവേശിച്ചിരുന്നത്. ഇത് കപ്പൽ ഗതാഗതത്തിൻ്റെ സുരക്ഷയെയും സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തെയും ഗണ്യമായിട്ട് തന്നെ ബാധിച്ചു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും ഹൂത്തികൾ ഈ ആക്രമണങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നു എന്നത് കപ്പൽ ചരക്ക് ഗതാഗത മേഖലയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. Waytonikah.com, the exclusive Muslim matrimonial site.